ഈ ജഡം മുഴുവനും പിശാച് വിതച്ചിരിക്കുക. കോപവും ക്രോധവും വിദ്വേഷം, പക, ജാരശങ്ക, തൊന്നപക്ഷം, അസൂയ, പക, പിണക്കം ഇങ്ങനെ കിടക്കുക. ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇതെവിടെ നിന്ന് കിട്ടി? പിശാചിൻ്റെ ചരക്കാണ്. പിശാചിൻ്റെ ആ ചരക്ക് നമ്മളിൽ വരാൻ കഴിയത്തില്ലായിരുന്നു. നമുക്ക് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കുകയായിരുന്നു ദൈവം. എന്നാൽ ആദാം ആ വേലി പൊളിച്ചു കളഞ്ഞപ്പോൾ അവനിലേക്ക് പിശാചിൻ്റെ എല്ലാ സ്വഭാവവും വന്നു. അതിനുശേഷം നമ്മൾ ജനിച്ചവരാ. അതുകൊണ്ട് ആ വിത്ത് മുഴുവനും നമ്മളിലുണ്ട്. നമ്മളൊരു വിശുദ്ധ ജീവിതം ആഗ്രഹിച്ചാലും കഴിയത്തില്ല. ഇത് കിളിക്കുമെന്ന്. ഒരു തണുപ്പ് വരുമ്പോൾ, ഒരു മഞ്ഞ് വരുമ്പോൾ ഇത് കിളിർക്കും. കോപം പൊങ്ങി വരും, ക്രോധം പൊങ്ങി വരും. നിനക്ക് അതാണ് നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടും ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു. കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ കൂടെ അങ്ങ് അടക്കപ്പെടേ, നിന്റെ പഴയ ശരീരത്തെയും കുഴിച്ചിടേ, നിനക്ക് ജയിക്കാൻ ഞാൻ കൃപ തരാം. നീ ഇത് കുഴിച്ചിട്ടിട്ട് നീ എന്നോട് കൂടെ ഉയർക്കുമ്പോൾ എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ കയ്യിൽ തരും. പിന്നെ പിശാചിന് നിന്നെ ചതിക്കാൻ കഴിയത്തില്ല. ആ ശരീരത്തെ നീ ഒടുക്കത്തെ ആദാമാകുന്ന യേശുക്രിസ്തുവായി വന്ന് ആ പിശാചിനെ കാൽക്കീഴാക്കി ജയിച്ചവനായ യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം. സഭയോട് ചേരാനല്ല, മതത്തോട് ചേരാനല്ല. എങ്കിൽ മാത്രമേ നിനക്ക് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ.